ഹായ്, വെൽക്കം ബാക്ക് ടു സുദീപ്സ് ഇംഗ്ലീഷ് കൗൺസിൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ മുഖ്യമായിട്ടൊരു ടോപ്പിക്കാണ്. നമ്മളെല്ലാവരും ഒരാൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ജോലി, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആണ് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഞാനൊരു ഡോക്ടറാണ്, അല്ലെങ്കിൽ ഞാനൊരു എഞ്ചിനീയറിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു കൊച്ചി നമുക്ക് കേരളത്തിലെ ഏറ്റവും വലിയ സിറ്റി ആണ്, ആകുന്നു. കൊൽക്കത്ത ഒരു വലിയ സിറ്റി ആണ് അല്ലെങ്കിൽ ആകുന്നു. അപ്പം ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയേണ്ട ഒരു ഉപയോഗമാണ് നമ്മൾ ഇന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ആണ് ആകുന്നു. നമുക്ക് പല കാര്യങ്ങൾക്ക് ഇത് പറയേണ്ടി വരാറുണ്ടല്ലേ. അപ്പം ആ ഒരു കാര്യം നമുക്ക് നോക്കാം. ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയുന്നതിന് കോമൺ ആയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന 3 വാക്കുകൾ ഉപയോഗിച്ചാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തിന് 3 വാക്കുകൾ? സാഹചര്യം അനുസരിച്ച് ഉപയോഗിക്കേണ്ട വാക്കുകൾ പലതാണ്, നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ. അതുകൊണ്ട് ആം, ഈസ്, ആർ, ഈ 3 വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ആണ് എന്ന് പറയാൻ വേണ്ടി, അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയാൻ വേണ്ടി. സോ നമുക്ക് ഉപയോഗം 3: ആം, ഈസ്, ആർ. നമുക്കിനി നോക്കാം ഏതിനോടൊപ്പമാണ് ആം ഉപയോഗിക്കേണ്ടത്, ഏതിനോടൊപ്പമൊക്കെയാണ് ഈസ് ഉപയോഗിക്കേണ്ടത്, ഏതിനോടൊപ്പമൊക്കെയാണ് ആർ ഉപയോഗിക്കേണ്ടത്. ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് അല്ലേ ആകുന്നു എന്ന് പറയാൻ വേണ്ടി നമുക്ക് ആദ്യമായിട്ട് തുടങ്ങാം. ഞാനൊരു ഡോക്ടറാണ്. ഞാനൊരു ഡോക്ടറാണെന്നാണ് നമുക്ക് പറയണ്ടേ. അപ്പോൾ നമുക്ക് സബ്ജക്റ്റ് ഐ ആണ് അല്ലേ. ഐയോടൊപ്പം, ഐ എന്ന വാക്കിനോടൊപ്പം മാത്രമാണ് നമ്മൾ എപ്പോഴും ചേർക്കേണ്ടത് ആം. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഐയോടൊപ്പം നമ്മൾ ചേർക്കേണ്ട വാക്കാണ് ആം, ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയാൻ വേണ്ടി. അപ്പോൾ ഞാനൊരു ഡോക്ടർ ആണെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഐ ആം എ ഡോക്ടർ എന്നാണ്. കാരണം ആണ് എന്നുള്ളതാണ് ഇതിനകത്ത് വെർബ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഞാനാണ് ഒരു ഡോക്ടർ എന്നാണത് വരിക. നേരത്തെ നോക്കിയ പോലെ നമ്മൾ അതിനെ ക്രിയയെ ആദ്യം പറയണം. അപ്പം ഞാനൊരു ഡോക്ടറാണെന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഇംഗ്ലീഷ് എങ്ങനെയാണ്? ഞാൻ ആണ് ഒരു ഡോക്ടർ. അപ്പം അതിൻ്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണിത്. ഞാൻ ഐ ആണ്, ആം ഒരു എ ഡോക്ടർ. ഒരു എന്ന് പറയാൻ വേണ്ടി ചില സ്ഥലങ്ങളിൽ നമ്മൾ എ ഉപയോഗിക്കും, ചില സ്ഥലങ്ങളിൽ അൻ ഉപയോഗിക്കും. അത് ഈ ലെറ്ററുകൾ തുടങ്ങുന്നതിൻ്റെയും അതിൻ്റെ ഉച്ചാരണം അനുസരിച്ചാണ്. അപ്പം അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നീട് ഉള്ള ക്ലാസ്സുകളിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഏതായാലും എ ആണെങ്കിലും ചില സ്ഥലങ്ങളിൽ അൻ ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു എന്ന് പറയാൻ വേണ്ടിയാണ്. ഓക്കെ, നോർമലായിട്ട് ഉച്ചാരണമാണ്, സൗണ്ടുകളാണ് പ്രധാനം. നമുക്ക് ആ ഇ ഈ ഉ എ എന്നുള്ള സൗണ്ടുകളിൽ തുടങ്ങുന്ന വാക്കുകളാണെങ്കിൽ നമ്മൾ എപ്പോഴും ആൻ ആണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഗായിക ആ ഒരു കൺസോണന്റ് സൗണ്ടുകളിൽ തുടങ്ങുന്ന വാക്കുകൾക്കെല്ലാം എയുമാണ് ഉപയോഗിക്കേണ്ടത്. ഇത് കോമൺ ആയിട്ട് ഓർത്ത് വെക്കുക. സോ ഞാനൊരു ഡോക്ടറാണ് എന്ന് പറയുമ്പം ഐ ആം എ ഡോക്ടർ എന്നാണ് പറയേണ്ടത്. കാരണം ഞാൻ എന്ന് പറഞ്ഞാൽ ഐ, ഒരു എന്ന് പറഞ്ഞാൽ എ, ഡോക്ടർ എന്ന് ഡോക്ടർ, ആണ് എന്ന് പറയുന്നത് ആം. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ആണെന്ന് പറയാൻ വേണ്ടി ഐയുടെ കൂടെ ആം ഉപയോഗിച്ചു. അത് ഹീയും ഷീയും വരുമ്പം, അവൻ അല്ലെങ്കിൽ അവൾ വരുമ്പം നമ്മൾ ഈസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഹീ, ഷീ, ഇറ്റ്, അവൻ, അവൾ, അത്, ഇത്, ഈ 4 കാര്യങ്ങളോടൊപ്പം ഹീയോടൊപ്പവും ഷീയോടൊപ്പം പിന്നെ ഇറ്റ് എന്നുള്ള വാക്കിനോടൊപ്പവും നമ്മൾ എപ്പോഴും ചേർക്കേണ്ടത് ഈസ് ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയാൻ വേണ്ടി. അതുപോലെ തന്നെ യു, വി, ദേ, ഈ 3 പ്രൊനൗണുകളോടൊപ്പം നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ട വാക്ക് ആറുമാണ്, ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയാൻ വേണ്ടി. അതാണ് നമുക്ക് 3 വാക്കുകളുള്ളത്. പല സബ്ജക്റ്റുകളിലൂടെ പല വാക്കാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഒരാളുടെ പേര് മാത്രമാണെങ്കിൽ ഈസ് ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഒരാളുടെ പേരാണെങ്കിൽ. ഇനി ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ പേരുകൾ ഉണ്ടെങ്കിൽ വീണ്ടും അത് ആറ് തന്നെയാണ്. ഓക്കെ, ഇതിനകത്ത് ഈസ് ഏകവചനവും ആറ് ബഹുവചനവുമാണ്. അതേപോലെ ആം ഐയോടൊപ്പം, ഞാൻ എന്നുള്ള ഐയോടൊപ്പം മാത്രമാണ് ഉപയോഗിക്കുന്നത്. വേറെ ഒന്നിൻ്റെ കൂടെയും ഈ ആം ഉപയോഗിക്കില്ല. അതുകൊണ്ട് ഞാനൊരു ഡോക്ടറാണെന്ന് പറയുമ്പം ഐ ആം എ ഡോക്ടർ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. രണ്ടാമത്തെ സെന്റൻസിൽ അവൻ ഒരു ടീച്ചറാണ് എന്ന് പറഞ്ഞാലോ, അവനൊരു അധ്യാപകനാണ് എന്നാണ് നമ്മൾ പറയുന്നത്. എങ്ങനെ പറയണ്ടേ? ഹീ, നമ്മളിപ്പോൾ നോക്കി, ഹീ, ഷീ, ഇറ്റിനോടൊപ്പം എപ്പോഴും ഈസ് ആണ് വരുന്നത്, ആണ് എന്ന് പറയാൻ വേണ്ടി. അപ്പം അവനൊരു അധ്യാപകനാണ് എന്ന് നമുക്ക് പറയേണ്ടതെങ്കിൽ നമ്മളത് ആദ്യം പറയുന്നത് എങ്ങനെയാണ്? അവൻ ആണ് ഒരു അധ്യാപകൻ അല്ലെ, ഇംഗ്ലീഷിൽ വരുമ്പം. അപ്പം അവൻ, ഹീ, ആണ്, ഈസ് ഒരു അധ്യാപകൻ, എ ടീച്ചർ. ഓക്കെ, അതേസമയത്ത് അവൾ ഒരു അധ്യാപികയാണ്.
ഇപ്പം ഇംഗ്ലീഷിൽ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഈ രണ്ട് വാക്കുകൾക്ക് കോമൺ ആയിട്ട് ടീച്ചർ എന്ന് തന്നെ ഒറ്റ വാക്ക് ഉപയോഗിക്കുന്നത്. സ്ത്രീലിംഗം പുല്ലിംഗമായിട്ട് വ്യത്യാസമില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ടീച്ചർ എന്ന് കോമൺ ആയിട്ട് ഉപയോഗിക്കാം. മലയാളത്തിൽ അധ്യാപിക അധ്യാപകൻ എന്നുള്ളത് പോലെ വ്യത്യാസമില്ല. അതുകൊണ്ട് നമ്മൾ ടീച്ചർ എന്ന് കോമൺ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നീ ഇങ്ങനെയാണെങ്കിലോ അവൾ ഒരു അധ്യാപികയാണ് എന്നാണ് സെന്റൻസ്, അല്ലെങ്കിൽ അവൾ ഒരു ടീച്ചർ ആണെന്നാണെങ്കിലും അത് ഷീ ഈസ് എ ടീച്ചർ എന്നാണ് നമ്മൾ പറയേണ്ടേ. അപ്പം ഇതിന്റെ കറക്റ്റ് മലയാളം പറഞ്ഞാൽ അവൾ ആണ് ഒരു ടീച്ചർ, അല്ലെങ്കിൽ അവൾ ആകുന്നു ഒരു ടീച്ചർ എന്നാണ് അതിൻ്റെ ഒരു കറക്റ്റ് മലയാളം ട്രാൻസ്ലേഷൻ. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയാണ്, ആദ്യം ക്രിയ വരും പിന്നെയാണ് കാര്യങ്ങൾ. മലയാളത്തിലോ അവസാനം ക്രിയ വരും. ഇംഗ്ലീഷിൽ ആളുടെ പേര് സബ്ജക്റ്റ് കഴിഞ്ഞ ക്രിയ വരും നടുക്കായിട്ട്. മലയാളത്തിലോ ഏറ്റവും അവസാനമായിരിക്കും ക്രിയ വരുന്നത്. അതാണ് ഒരു വ്യത്യാസം. നീ ഒരു എഞ്ചിനീയർ ആണ്. നിങ്ങൾ ഈ രണ്ട് സെന്റൻസുകൾ ശ്രദ്ധിക്കണം. കാരണം നീ എന്ന് പറഞ്ഞാലും ഇപ്പൊ എൻ്റെ മുമ്പിൽ ഒരാളുണ്ടെങ്കിൽ എനിക്ക് നീ ഇങ്ങോട്ട് വന്നേ, അല്ലെങ്കിൽ നീ ഒരു എഞ്ചിനീയർ ആണെന്ന് എനിക്ക് പറയാം. നീ ഒരു എഞ്ചിനീയറാ, അല്ലെങ്കിൽ നീ ഒരു കള്ളനാ, അല്ലെങ്കിൽ നീ ഒരു പോലീസ് ആണ്, എന്തോ ആയിക്കോട്ടെ. അപ്പൊ നീ എന്ന് എൻ്റെ മുമ്പിൽ ഒരാളാണെങ്കിലും യു എന്ന് തന്നെയാണ് ഞാൻ പറയേണ്ടത്. ഒന്നിൽ കൂടുതൽ ആൾക്കാർ, ഒരു 10 പേരെൻ്റെ മുമ്പിലുണ്ട്, നിങ്ങൾ കള്ളന്മാരാണെന്ന് എനിക്ക് പറയേണ്ടത്. അപ്പം അവിടെ ഞാൻ യു എന്ന് തന്നെയാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കേണ്ടത്. ഒരാളാണെങ്കിലും ഒന്നിൽ കൂടുതൽ ആൾക്കാരാണെങ്കിലും ഒരേ ഒരു വാക്ക് യു. പക്ഷെ ഇതിൽ വ്യത്യാസം എങ്ങനെ തിരിച്ചറിയാമെന്ന് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ, എൻ്റെ മുമ്പിൽ ഒരു കള്ളനാണ് നിൽക്കുന്നതെങ്കിൽ യു ആർ എ തീഫ് എന്നാണ് ഞാൻ പറയുന്നത്. കള്ളൻ, തീഫ്. അപ്പം ആ വാക്കിൽ നമുക്ക് മനസ്സിലാകും ഒരാളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കുറെ പേരുണ്ടെങ്കിലോ യു ആർ തീവ്സ് എന്നാണ്. അപ്പം തീവ്സ് എന്ന് പറയുന്നത് തീഫിന്റെ പ്ലൂറലാണ്. അപ്പം തീവ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കള്ളന്മാരാണെന്ന് നമുക്കറിയാം. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കണം ഈ ഉപയോഗിച്ചിരിക്കുന്ന യു ഒന്നിൽ കൂടുതൽ ആൾക്കാരെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്, ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ് ഉദ്ദേശിച്ചേക്കുന്നതെന്ന്. നമുക്കങ്ങനെ വേർഡിന് വ്യത്യാസമില്ല. ഓക്കെ. അപ്പം ഇവിടെ ആദ്യം നീ ഒരു എഞ്ചിനീയർ ആണ്. അപ്പൊ ഒരാളെയാണ് എഞ്ചിനീയർ, ഒരു എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ അത് ഒരാളെ ഉദ്ദേശിച്ചേക്ക് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുമല്ലോ, ഒരു എഞ്ചിനീയർ എന്ന് പറയുമ്പം. അപ്പൊ യു ആർ ആൻ എഞ്ചിനീയർ എന്നാണ് നമ്മളത് പറയേണ്ടത്. യു ആർ ആൻ എഞ്ചിനീയർ. ഓക്കെ. അപ്പം എ എഞ്ചിനീയർ, എ ആ ഒരു സൗണ്ട്, ആ ഒരു ഇ വന്നേ കൊണ്ടാണ് നമ്മളിവിടെ ആൻ ഉപയോഗിച്ചേക്കുന്നത്, ആ സൗണ്ടുകൾ വന്നേ കൊണ്ട്. അപ്പൊ നീ ഒരു എഞ്ചിനീയർ ആണ്, യു ആർ ആൻ എഞ്ചിനീയർ എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇപ്പൊ ഒന്നിൽ കൂടുതൽ എഞ്ചിനീയർമാരാണ് എൻ്റെ മുമ്പിൽ, ഒരു 10 എഞ്ചിനീയർമാർ നിൽപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു 100 പേര് നിൽപ്പുണ്ട്. അപ്പം നിങ്ങൾ എഞ്ചിനീയർമാരാണ് എന്നാണ് എനിക്ക് പറയേണ്ടത്. നിങ്ങൾ എഞ്ചിനീയർമാരാണ് എന്നാണ് എനിക്ക് പറയേണ്ടത്. അപ്പൊ എങ്ങനെ പറയണ്ടേ? യു ആർ എഞ്ചിനീയേഴ്സ് എന്നാണ് എനിക്ക് ഈ ഒരു സെന്റൻസ് പറയേണ്ടത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്താണ്? ഒരാളാണെങ്കിലും ഒന്നിൽ കൂടുതൽ ആൾക്കാരാണെങ്കിലും യു തന്നെയാണ്, ആണ് എന്ന് പറയാൻ ആറ് തന്നെയാണ്, അവിടെയും വ്യത്യാസമില്ല. പക്ഷെ ഇവിടെ അൻ എഞ്ചിനീയർ അല്ലെങ്കിൽ ഇവിടെ എഞ്ചിനീയേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ എഞ്ചിനീയർമാരാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഉദ്ദേശിച്ചിരിക്കുന്ന ഒന്നിൽ കൂടുതൽ ആൾക്കാരെയാണ്. ഇവിടെ അൻ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ഒരാളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് നിങ്ങളിത് മനസ്സിലാക്കി എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഞങ്ങൾ തൊഴിലാളികളാണ് എന്നാണ് നിങ്ങൾക്ക് പറയേണ്ടതെങ്കിൽ, ഞങ്ങൾ തൊഴിലാളികളാണ് എന്നാണ് നിങ്ങൾക്ക് പറയേണ്ടതെങ്കിൽ വി ആർ ലേബറേഴ്സ് എന്നാണ് പറയേണ്ടത്. ഞങ്ങൾ തൊഴിലാളികളാണ്, അപ്പം വി ആർ ലേബറേഴ്സ് എന്നാണ് പറയേണ്ടത്. അപ്പം ഇവിടെ നമുക്ക് പ്ലൂറൽ ആയതും കൊണ്ട് പ്ലൂറലായ ആറ് തന്നെയാണ് ആണ് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ചേക്കുന്നത്. ഞങ്ങൾ തൊഴിലാളികളാണ്, അതിൻ്റെ ഒരു ഇംഗ്ലീഷ് നമ്മൾ വരുമ്പോഴത്തേക്കും എങ്ങനെയാണ്? ഞങ്ങൾ ആണ് തൊഴിലാളികൾ. അപ്പം വി, ഞങ്ങൾ ആർ ആണ് തൊഴിലാളികൾ, ലേബറേഴ്സ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവർ തയ്യൽക്കാരാണ്, അപ്പം ദേ ആർ ടൈലേഴ്സ് എന്നാണ് നമ്മൾ പറയേണ്ടത്. അവർ തയ്യൽക്കാരാണ്, ദേ ആർ ടൈലേഴ്സ്. ഓക്കെ. അപ്പം അവർ എന്ന് പറഞ്ഞാൽ ദേ ആണ്, ആർ ടൈലേഴ്സ്, തയ്യൽക്കാരാണ്. അതുപോലെ തന്നെ ഇനി ഒരാളുടെ പേര് വന്നാലോ, മുകേഷ് ഒരു ബിസിനസ്മാൻ ആണ്. അപ്പൊ ഒരാളുടെ പേരാണ്, അപ്പം മുകേഷ് ഒരാളാണ്, അപ്പൊ സിംഗുലർ ആണ്. അപ്പൊ സിംഗുലർ ആയ വെർബാണ് ചേർക്കേണ്ടത്, ഈസ് ആണ്. ആണെന്ന് പറയാൻ വേണ്ടി ഈസ് ആണ് ചേർക്കേണ്ടത്. അപ്പൊ മുകേഷ് ഈസ് എ ബിസിനസ്മാൻ എന്നാണ് പറയേണ്ടത്. 2 പേരുണ്ട്, മുകേഷും അനിലും സഹോദരങ്ങളാണ്. അപ്പം മുകേഷ് ആൻഡ് അനിൽ, അപ്പൊ പ്ലൂറൽ ആണല്ലോ, അപ്പൊ പ്ലൂറൽ വെർബായ ആറാണ് ചേർക്കേണ്ടത്. മുകേഷ് ആൻഡ് അനിൽ ആർ സിബ്ലിങ്സ്. അപ്പൊ മുകേഷും അനിലും സഹോദരങ്ങളാണെന്നാണ് അതിൻ്റെ അർത്ഥം. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ ഒന്നും കൂടെ നിങ്ങളോട് ഈ ചെറുതായിട്ട് ഒന്ന് പറഞ്ഞു തരാം ഈ ഒരു ഈസ് ആമാർ ചേർക്കേണ്ട രീതി. നമ്മൾ ആദ്യം തന്നെ നോക്കിയിരുന്നു ഏകവചനത്തിനോടൊപ്പം ഏകവചനം എന്ന് നമ്മൾ നോക്കി അല്ലേ? അപ്പം ഐയുടെ കാര്യത്തിൽ ഇവിടെ ആം ഫിക്സ് ആണ്.
ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയാൻ ഐയുടെ കാര്യത്തിൽ ആ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നു. അതിൽ വേറൊരു മാറ്റമില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി നിങ്ങൾ അന്വേഷിക്കുകയേ വേണ്ട. രണ്ടാമത്, ബാക്കി എല്ലാത്തിനും ഏകവചനത്തിനോടൊപ്പം ഈസും ബഹുവചനത്തിനോടൊപ്പം ആറും ചേർക്കണം. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഹി എന്ന് പറഞ്ഞാൽ അവൻ, ഒരാളാണല്ലോ, ഏകവചനമാണ്. അപ്പം ചേർക്കണം ഏകവചനമായ ആണ്. അപ്പം ആണെന്ന് പറയുന്ന ഏകവചനം വാക്ക് ഈസ് ആണ്. അപ്പോൾ ഹി ഈസ് ചേർത്തു. ഷീ അവൾ, ഒരാളാണല്ലോ, ഏകവചനമാണല്ലോ, ചേർക്കണം ഏകവചനമായ ആണ് എന്നുള്ള പദം. അത് ഈസ് തന്നെ. അപ്പോൾ ഷീ ഈസ് എന്ന് വന്നു. ഓക്കെ, ഇനി യുവിൻ്റെ കാര്യത്തിൽ ഏകവചനമായിട്ടും ബഹുവചനമായിട്ടും എല്ലാം ഒറ്റ വാക്ക് യു തന്നെ ഉള്ളൂ. അപ്പൊ അതിനോടൊപ്പം നമ്മൾ എപ്പോഴും ബഹുവചനം തന്നെ ചേർക്കുന്നു, ഏകവചനം ചേർക്കുന്നില്ല. അതുകൊണ്ട് ബഹുവചനം ഏതാണ്? ആർ. അപ്പം ഇവിടെ ഏകവചനമായ യുവിനോടൊപ്പവും ആറ് തന്നെ, ബഹുവചനമായ യുവിനോടൊപ്പവും ആറ് തന്നെ. അപ്പൊ യുവിനോടൊപ്പം ആറെന്ന് ഫിക്സ് ചെയ്യുക, എപ്പോഴും ബഹുവചനം. ഇനി വി, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ബഹുവചനമാണ്, ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ്, ധൈര്യമായിട്ട് ചേർക്കുക ആർ ആണെന്ന് പറയാൻ വേണ്ടി. ദേ, ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ്, ബഹുവചനമാണ്, ധൈര്യമായിട്ട് ചേർക്കുക ആർ ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയാൻ വേണ്ടി. മുകേഷ്, ഒരാളുടെ പേരാണ്, ഏകവചനമാണ്, ചേർക്കുക ഈസ്. മുകേഷ് ആന്റണിൽ, രണ്ട് പേരാണ്, ബഹുവചനമാണ്, ചേർക്കുക ബഹുവചനമായ ആർ. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയാൻ വേണ്ടി ഈ രസകരമായിട്ട് ഈ ഒരു കാര്യങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഏതൊരു കാര്യം ഇങ്ങനെ പറയാൻ വേണ്ടി ഞാൻ ഇന്നതാണ് അല്ലെങ്കിൽ കൊൽക്കത്ത ഒരു സിറ്റിയാണ്, അപ്പൊ അതൊക്കെ നമുക്ക് വർക്ക്ഷീറ്റിൽ വരും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അത് നിങ്ങൾ ചിന്തിച്ച് സോൾവ് ചെയ്യുക, ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയാൻ വേണ്ടി. എക്സാമ്പിൾ, കൊച്ചി എന്നൊരു സിറ്റിയെ പറ്റി, കൊച്ചി ഒരു വലിയ നഗരമാണെന്നാണ് ഞാൻ പറയുന്നെങ്കിൽ കൊച്ചി ഈസ് എ ബിഗ് സിറ്റി എന്ന് വേണം നിങ്ങൾ പറയാൻ വേണ്ടി. കാരണം കൊച്ചി ഒരു സിറ്റിയുടെ പേര്. കൊച്ചിയും ട്രിവാൻഡ്രവും വലിയ സിറ്റികളാണ് എന്നാണ് ഞാൻ പറയുന്നെങ്കിലോ, രണ്ട് സിറ്റികളുണ്ട്, അപ്പം ആർ ഉപയോഗിക്കുക. ആ ഐയുടെ കൂടെ മാത്രം, ഞാൻ എന്ന് പറയുമ്പോൾ മാത്രം. ഓക്കെ, അതുകൊണ്ട് അതിൽ വേറൊരു ഡൗട്ട്സും നിങ്ങൾക്ക് വേണ്ട. സോ ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയാൻ വേണ്ടി ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഉണ്ട് എന്ന് പറയാവുന്ന ഒരു ടോപ്പിക്കാണ്. അത് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമുള്ളൊരു ക്ലാസ്സും കൂടിയാണ്. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും അതായിട്ട് കണ്ടുമുട്ടാം. സോ എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നതും വരെ